ഗൈസ് പിന്നല്ലേ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് എന്റെ ചെറിയ അനിയത്തി ഉണ്ടായത്. അന്ന് ഇവിടെ ഉമ്മാനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു താത്ത വന്നീനെ. പിന്നെ ഉമ്മാനെയും കുട്ടീനെയും കാണാൻ ആൾക്കാർ വരിയായി വരൽ തുടങ്ങി. അത് നമ്മളൊരു ചടങ്ങാണല്ലോ. അപ്പൊ ഈ വരുന്ന ആൾക്കാരൊക്കെ ആകെ കൊണ്ടുവരുന്ന സാധനം ഈ പഴക്കൊല, മുട്ട, പിന്നെ ഒരു ഹോർലിക്സ് അല്ലെങ്കിൽ ബൂസ്റ്റ്, പിന്നെ കുട്ടിക്കുള്ള ഡ്രസ്സ് പിന്നെ സീനില്ല, അത് നമുക്ക് എടുത്തേക്കാം. പക്ഷെ മറ്റേത് അതുപോലെയല്ലോ. ചിലപ്പോൾ ഒരു ദിവസം 3 പഴക്കൊല 2 പഴക്കൊലൊക്കെ വെച്ചിട്ട് കിട്ടും. അപ്പൊ ഇത് നമ്മളെ കൊണ്ട് തിന്നാ തീരൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അടുത്തുള്ള കടയിൽ ഒരു പഴക്കൊല കൊണ്ടുകൊടുക്കും. എന്നിട്ട് പിന്നീട് എപ്പോഴാണോ നമുക്ക് പഴം ആവശ്യമുള്ളത് ആ സമയത്ത് അവിടെ പോയിട്ട് വാങ്ങിച്ചുകൊണ്ടിരും. ബാക്കിയുള്ള പഴം ഉമ്മാക്ക് തിന്നാൻ കൊടുക്കും. എന്നാലും ഉണ്ടാവോടോ കുറെ കറുത്തതും ചീഞ്ഞതും ഒക്കെ ആയിട്ടുള്ള പഴം. അത് നമ്മൾ എന്ത് ചെയ്യും, അതാണ് കാര്യം. ഞാൻ പറഞ്ഞില്ലേ ഉമ്മാനെ നോക്കാൻ ഒരു ഇത്താത്ത വന്നിരുന്നു. അവരെ സ്ഥലം പാലക്കാട് എന്തോ ആണ്. അവരെ നാട്ടില് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി തന്നതാണ് കേട്ടോ. അന്ന് എനിക്കിത് സ്കൂള് വിട്ട് വന്നിട്ടുള്ള ആ വൈകുന്നേരത്തുണ്ടല്ലോ, ഈ കടിയും പിന്നെ ഒരു കട്ടൻ ചായയും കുടിക്കണതിന്റെ സുഖം അതൊന്ന് വേറെ തന്നെ ആയിരുന്നു. ആ 6ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം 10-16 വർഷമായിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴും ഇതെന്റെ ഫേവറേറ്റ് വൺ തന്നെയാണ് കേട്ടോ. എപ്പോഴാണോ പൂതിയാവുന്നത് ആ സമയത്ത് പഴം എടുക്കും, നെയ്യ് ചൂടാക്കും, പഴം ഇടും, വാട്ടും, കുറച്ച് പഞ്ചസാരയും തേങ്ങ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചാൽ നമ്മളെ സാധനം സെറ്റ്.